കേരളത്തിനകത്ത് കയറ്റാത്ത നിലപാട് മാനേജ്മെന്റ് സ്വീകരിച്ച് എത്ര കാലം പോകാൻ വേണ്ടി പറ്റും? ഇവിടെ ട്രേഡ് യൂണിയനും ഇവിടെ ബഹുജനങ്ങളും ഈ ജീവനക്കാർക്ക് ഒപ്പം നിന്നുകൊണ്ട് ശക്തമായ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. ജീവനക്കാരുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ, ന്യായമായ അവകാശങ്ങൾ തിരിച്ചറിഞ്ഞില്ല. ജീവനക്കാർ മനുഷ്യരാണ്. നോക്കണം നിങ്ങൾ, ഇവരൊക്കെ പെൺകുട്ടികളും ആൺകുട്ടികളും. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ ഗർഭിണികളുണ്ട്, രോഗികളായവരുണ്ട്. അവരൊക്കെ വെയിലത്തെടുത്തിരിക്കുക. നിങ്ങളിപ്പോൾ കണ്ടത് കോറോ ഹെൽത്ത് എന്ന് പറയുന്നൊരു സ്ഥാപനത്തിൽ നിന്ന് 800 അല്ലെങ്കിൽ 900 വരുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിരിക്കുന്നൊരു കാഴ്ചയാണ്. അതായത് ഇവരുടെ വ്യവസായം തകർന്നു പോവുകയാണ്, അല്ലെങ്കിൽ ഇവർക്ക് കയറിപ്പോകാനായിട്ട് ഒരു വഴിയുമില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ ഓഫീസ് നൈസായിട്ട് അങ്ങ് പൂട്ടുന്നൊരവസ്ഥയിലേക്ക് അവർ കാര്യങ്ങളെ കൊണ്ടുപോയി. അതായത് പെട്ടെന്നൊരു ദിവസം രാവിലെ തീരുമാനിക്കുന്നു, ഈ ഓഫീസിന് ഇവിടെ വേണ്ട, ഈ ഓഫീസ് അങ്ങ് പൂട്ടിയേക്കാം, അവിടെയുള്ള എല്ലാ തൊഴിലാളികളെയും നൈസായിട്ട് അങ്ങ് പിരിച്ചു വിട്ടേക്കാം. നിങ്ങളൊന്ന് ഓർക്കണം, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ലേബർ ഓഫീസും അതുപോലെയുള്ള അനുബന്ധ പല ഓഫീസുകളും നിലവിലിരിക്കെ തന്നെ ഈ മുതലാളിമാർ ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനങ്ങളെ നമ്മുടെ UDF സർക്കാർ അംഗീകരിക്കുന്നു. ആ UDF സർക്കാർ അംഗീകരിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് UDFന്റെ വേട്ടപ്പട്ടികളെ പോലെ നിന്നുകൊണ്ട് UDFന് വേണ്ടിയിട്ട് അടിമപ്പണി എടുത്തുകൊണ്ട് നമ്മുടെ കേരള പോലീസ് ഒത്താശ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഒത്താശ ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? ആ ഓഫീസിലേക്ക് എന്നും വരുന്നത് പോലെ കുറേ അധികം, അതായത് 800 അല്ലെങ്കിൽ 900 ആളുകൾ അവിടേക്ക് ചെല്ലുന്നു. ആ ചെല്ലുന്ന ആളുകൾക്കൊന്നും ഓഫീസിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. കയറാൻ സാധിക്കാത്ത രീതിയിൽ പോലീസിനെ അവിടെ വിന്യസിച്ചിരിക്കുന്നു. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് അവിടെ കയറാൻ പറ്റില്ല, ഓർഡറുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തിരികെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പിരിച്ചുവിടുന്നു, അല്ലെ തിരിച്ചുവിടുന്നു. എന്നാൽ ഇതിൽ അവിടെയുള്ള ആ വരുന്ന ആളുകൾ അത്രയും വർഷങ്ങളോളമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന, ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ള, ആ കമ്പനിയെ മുന്നിൽ മാത്രം കണ്ടുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇവർക്കൊന്നും നേരത്തെ ഒരു ഇൻറ്റിമേഷൻ കിട്ടിയിരുന്നില്ല, കമ്പനി പൂട്ടാൻ പോകുന്നു, വേറെ ജോലി നോക്കണമെന്നൊന്നും. അങ്ങനെ ഒരു ഇൻറ്റിമേഷൻ കൊടുക്കാതെ തന്നെ പെട്ടെന്ന് എല്ലാവരെയും പിരിച്ചുവിട്ടിരിക്കുന്നു. ഈ നിയമങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം ഒരു നോക്കൂത്തികളായി നിർത്തിക്കൊണ്ട് UDF സർക്കാർ ഒത്താശ ചെയ്ത് കൊടുത്ത വേറൊരു ഈ സ്വകാര്യവൽകൃത കമ്പനിയിൽ നടക്കുന്ന തോന്നിവാസം. ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ചാൽ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ സംസാരിക്കുന്നതാണ്. എന്തായാലും നമ്മൾ ഒരു 2.5 ഇയേഴ്സ് ആവാറായി ഇവിടെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെടുത്ത എഫേർട്ടും ഡെഡിക്കേഷനും ഒക്കെ എന്തായാലും അവരൊരു ഇത് കാണിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും വരുന്നുണ്ടാവില്ലായിരുന്നു. പുറത്ത് നമ്മൾ എന്തായാലും ഓഫീസിൽ കയറിയിട്ടേ ഇന്ന് പോകുള്ളൂ. ഇപ്പോൾ നിലവിൽ ഓഫീസിലേക്ക് കടക്കാൻ കഴിയുന്നില്ല, പോലീസ് ഉൾപ്പെടെ വന്നു. പോലീസ് ഉൾപ്പെടെ എന്താണ് പറഞ്ഞത്? പോലീസ് വെറുതെ അധികാരികൾ എന്തായാലും സമ്മതിക്കുന്നില്ല, സെക്യൂരിറ്റി മാനേജറോട് പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ആ അധികാരികളൊന്നും ഒരു സർക്കാരുമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടൊന്നും ഇല്ല. ഇതിപ്പം അവർ പറയുന്ന പോലെ ഇപ്പം നമുക്ക് ഇതാവാനേ വരികയുള്ളൂ. കാരണം 11 മണിക്കത്തെ മീറ്റിംഗിന് ശേഷം എന്തും നമുക്കും. മീറ്റിംഗിൽ നിങ്ങൾ പ്രധാനമായി ഉന്നയിക്കാൻ പോകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഞങ്ങൾക്ക് ജോബിന് ഒരു സെക്യൂരിറ്റിയാണ് നമ്മൾ മെയിനായിട്ട് ഇതാക്കുന്നത്. കാരണം ഇത്രയും ഫാമിലീസ് ഇതാക്കിയിട്ടാണ് ഇവിടെ കുറേ പേര് വരുന്നത്. ഇവരുടെ ഒരു സാലറിക്ക് ഡിപ്പെൻഡ് ചെയ്ത കുറേ ഫാമിലീസ് ഉണ്ട്. അപ്പൊ നമ്മൾ അവരെ ഇതാക്കാൻ പാടില്ല. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന് ഇവിടെ ഇത്രയും കാലം നമ്മൾ വർക്ക് ചെയ്തു. അപ്പൊ നമ്മൾ എന്തായാലും നമുക്കുള്ളൊരു ഇത് നമുക്ക് വേണം. എന്തായാലും പിരിച്ചുവിടൽ നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണോ? നിങ്ങൾ തിരിച്ചെടുക്കണമെന്ന് തന്നെയാണോ? തിരിച്ചെടുക്കണം എന്നുള്ളതല്ല പറയേണ്ടത്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ള കാര്യത്തിലാണ്. ഇപ്പൊ ഒരു ജോബ് സെക്യൂരിറ്റി നമുക്ക് ഓൾറെഡി ഇല്ല. ഇനി എന്ത് ഭാവി എന്താണെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഇനി പുറത്തൊരു ജോലി നമ്മൾ നോക്കുമ്പോൾ പോലും നമ്മൾ ഈ ഒരു കമ്പനിയിൽ നിന്നാണ് വരുന്നതെന്ന് അറിയുമ്പോൾ അവര് ഓക്കെ, പിന്നെ ഒന്നും റിപ്ലൈ പോലും തരുന്നില്ല. എത്രയോ CV-കൾ ഓരോ കമ്പനിയിലേക്ക് അയച്ചു കഴിഞ്ഞു, നമ്മൾക്ക് റിപ്ലൈ. കണ്ടില്ലേ, ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ഇതിനെയൊക്കെ നെഗറ്റീവ്ലി മെഴുകിക്കൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വരുന്നുണ്ട്. അതായത് ഒരു കമ്പനി പൂട്ടിപ്പോകുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട്, അവർക്ക് മുന്നിലേക്ക് പോകാനാവുന്നില്ല ഉള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെ കമ്പനി പൂട്ടിപ്പോകുമ്പോൾ അവിടെ കടിച്ചു തൂങ്ങി കിടക്കാതെ വേറെ ജോലി നോക്കി അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകണം, അല്ലെങ്കിൽ റിസൈൻ വാങ്ങി പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് PR ടീംസ് കിടന്ന് മെഴുകുന്നുണ്ട്. ഇവന്മാരൊക്കെ ആ കോറോ ഹെൽത്ത് എന്ന് പറയുന്ന കമ്പനിയുടെ ഏതെങ്കിലും തരത്തിലുള്ള അടിമകൾ തന്നെയായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ എനിക്ക് ഇവന്മാരോട് പറയാനുള്ളത്, എടാ മക്കളെ, നമ്മുടെയൊക്കെ ജോലി ഇതേപോലെ പോകുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ജോലി ഇല്ല എന്ന് നമ്മൾ അറിയുമ്പോൾ അന്ന് നിനക്കും എനിക്കും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കും ഉണ്ടാകാൻ പോകുന്ന വിഷമം എത്രത്തോളമായിരിക്കും. അത് ഏതൊരു ജോലി ആയിക്കോട്ടെ, ഇനി ഈവൻ കൂലിപ്പണി ആയിക്കോട്ടെ. ഒരു കൂലിപ്പണിക്ക് നമ്മൾ പോകുമ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു ദിവസം മാത്രം വർക്ക് ചെയ്യുന്നിടവുമുണ്ട്, ഒരു മാസത്തിലധികം വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളുമുണ്ട്. ഒരു മാസമായിട്ടൊരു സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഇടത്തെ ഒരു മുതലാളി പറയുകയാണ്, അല്ലെങ്കിൽ ഒരു ജന്മി പറയുകയാണ്, ജന്മി എന്നുള്ളൊരു വാക്കിന്ന് ഉപയോഗിക്കാൻ പറ്റില്ല, എന്നാൽ ആ സ്ഥലത്തിൻ്റെ ലാൻഡ് ഓണർ പറയുകയാണ്, നാളെ മുതൽ നീ വരണ്ട. അങ്ങനെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരവസ്ഥ എന്തായിരിക്കും? പെട്ടെന്ന് നമ്മുടെ മുന്നിലെ വഴികളെല്ലാം ക്ലോസ് ആവും. ഇനി എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ഇങ്ങനെ നിന്നു പോകും.
എന്ന് പറയുന്നത് പോലെയാണ് ഈ നിൽക്കുന്ന ഓരോ ആളുകളും. പെൺകുട്ടികളടക്കം പുരുഷന്മാരടക്കം ഒരുപാട് ആളുകളുണ്ട്. ആരും ഇതിനെതിരെ സംസാരിക്കാനോ ആരും ഇതിനെതിരെ പ്രതികരിക്കാനോ ശബ്ദമുയർത്താനോ വരില്ല. കാരണം ഇത് കോർപ്പറേറ്റ് മുതലാളിമാരും VD സതീശൻ അടക്കമുള്ള നമ്മുടെ ഇന്നത്തെ ചിരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചതിൻ്റെ രീതിയിൽ തന്നെ നടന്നിരിക്കുന്നതാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്കിവിടെ അനുമാനത്തിലെത്താൻ സാധിക്കുക. കാരണം ഈ ലേബർ ഓഫീസും അതേപോലെയുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് അല്ലെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് മേഖലകൾ, ഒരുപാട് ഓഫീസുകൾ നമ്മുടെ ഇവിടെ നിലനിൽക്കുമ്പോഴും ഇതിനെയെല്ലാം ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടൊരു കമ്പനി നിർത്തി പോവുക എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അതിനെതിരെ എന്തുകൊണ്ട് VD സതീശൻ അടക്കമുള്ള ആളുകൾ അല്ലെ VD സതീശൻ്റെ പോലീസ് ഒരു ആക്ഷൻ എടുത്തുകൊണ്ട്, ഡിസിപ്ലിനറി ആക്ഷനോ അല്ലെങ്കിൽ മറ്റേത് രീതിയിലുള്ള ഒരു ആക്ഷനോ എടുത്തുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കുന്നില്ല? അവർക്ക് വേണ്ടിയിട്ട്, ആ ഒരു കമ്പനിയുടെ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മുടെ കാക്കിയിട്ട കേരള പോലീസ് അവിടെ പോയി നിന്നതെന്നുള്ളൊരു കാര്യത്തിലും നമുക്ക് സംശയമുണ്ട്. കാരണം ഈ DYFI എന്ന് പറയുന്നൊരു പാർട്ടി അവിടെ പ്രതികരിച്ച ഒരു കാര്യം ഞാൻ കണ്ടുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. DYFI എല്ലായ്പ്പോഴും ജനങ്ങൾക്കൊപ്പം, തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്നൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഒരു തൊഴിലാളികളുടെയും ഒപ്പം നിൽക്കുന്നൊരു കാഴ്ച കൂടി ഞാൻ കാണാനിടയുണ്ടായിരുന്നു. കാരണം DYFI ആണ് ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധവുമായിട്ട് മുന്നിലേക്ക് പോയത്. ഒരൊറ്റ KSUവിൻ്റെയോ യൂത്ത് ലീഗിൻ്റെയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സിലുള്ള മറ്റേതെങ്കിലും ടീംസിൻ്റെയോ പ്രകടനമോ ഞാൻ കണ്ടില്ല. ഇത് DYFI മാത്രം സംസാരിച്ചു. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ആ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, ആ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവർ മാത്രം ശബ്ദമുയർത്തി. അപ്പോൾ അതിൽ ഞാൻ ആ പോലീസിനെ ശകാരിച്ചുകൊണ്ട് ആ ഓഫീസിലെ ഉദ്യോഗാർത്ഥികളെ കയറ്റി വിടുന്ന നമ്മുടെ DYFIയുടെ പുലിക്കുട്ടികളുണ്ട്. അവരുടെ ഒരു വീഡിയോ കാണിച്ചു തരാം. രാവിലെ ജോലിക്ക് വന്ന ആളുകളോട് ഇന്ന് മുതൽ ജോലി ഇല്ലാന്ന് പറയാണ്. മര്യാദയാണോ ഇത്? നോക്കുമ്പോ ഇവരൊക്കെ ഇതാ ഈ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അഭയാർത്ഥികളെ പോലെ മാറി നിൽക്കുക. വാഷ്റൂമിൽ പോണ്ടേ, അവരുടെ മറ്റു കാര്യങ്ങളില്ലേ? രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി ഇറങ്ങിയവരാ ഇവര്. ഇതിന്റെ ഒരു അവസ്ഥ നോക്കി നിങ്ങൾ. റോഡിൽ ഇറക്കിയിട്ടാണോ ചർച്ച നടത്തുക? അത് മര്യാദയാണോ? മാത്രമല്ല, ഈ പുറത്തു നിൽക്കുന്ന മണിക്കൂറുകൾക്കൊക്കെയായി ഈ സമയമായിട്ടും അവർക്കൊന്നും ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമില്ല. അവർ രാവിലെ 7 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടവരാണ്. അവർക്ക് ബാത്റൂമിൽ പോണ്ടേ? മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വം ഇടപെടാൻ, ഇവിടെ തൊഴിൽ മന്ത്രിക്ക് ഇടപെടാൻ ഉത്തരവാദിത്വമുണ്ട്, നിയമവകുപ്പിന് ഉത്തരവാദിത്വമുണ്ട്. ഈ പാവപ്പെട്ട ആളുകളെ മുഴുവൻ ഈ റോഡിൽ ഇറക്കി നിർത്തിയിട്ട് ചർച്ച എന്നത് പ്രഹസനം അവിടെ നടന്നുകൊണ്ടിരിക്കുക. ആരെ ചർച്ച പങ്കെടുക്കുന്നത്? ഏതൊരു ഉദ്യോഗസ്ഥരോട് ചർച്ച പങ്കെടുപ്പിക്കുക? ഇവിടെ മന്ത്രിമാർ വന്ന് ചർച്ച പങ്കെടുക്കണം. അതിനല്ലേ ഇവിടെ ഈ സംവിധാനം? വ്യവസായ നഗരമല്ലേ? 1-2 ആളുടെ പ്രശ്നമല്ല, 900 ആണ്. ഇന്ന് ഇത് അനുവദിക്കപ്പെട്ടാൽ നാളെ 100 കണക്കിന് സ്ഥാപനങ്ങൾ ഇതുപോലെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരെയും പിരിച്ചുവിടും. LDF ഗവൺമെന്റിന്റെ കാലത്ത് ഇതുപോലെ കൂട്ടം പിരിച്ചുവിടലുകൾ അനുവദിച്ചിരുന്നില്ല. ശക്തമായി സ്റ്റേറ്റ് ഗവൺമെന്റ് ലേബർ ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടു. എന്നാൽ ഇത് അനുവദിച്ചാൽ നാളെ മുതൽ കേരളത്തിൽ തോന്നുന്നത് പോലെ പിരിച്ചുവിടലുകൾ ഉണ്ടാകും. തീർച്ചയായിട്ടും ഈ ഒരൊറ്റ കാര്യം അനുവദിച്ചു കഴിഞ്ഞാൽ നാളെ എന്തും കേരളത്തിൽ ചെയ്യാമെന്ന് പറയുന്ന രീതിയിലേക്ക് വൻകിട മുതലാളിമാർ അല്ലെ വൻകിട വ്യവസായികൾ ഈ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് മുന്നിലേക്ക് പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോ വീടുകളുടെയും ആകെ ഒരു വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുകളുടെ വരുമാനം നിലയ്ക്കും. ആ ആളുകൾ പട്ടിണിയിലേക്ക് മാറും, അല്ലെങ്കിൽ പിച്ചച്ചട്ടി എടുക്കുന്ന അവസ്ഥയിലേക്ക് മാറും. ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇതിനെതിരെ തന്നെയാണ് DYFI അവിടെ നിലകൊള്ളുന്നത്. ഇങ്ങനെ ഇവർക്കെതിരെ സംസാരിക്കുന്ന, തൊഴിലാളികൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു പാർട്ടി ഇവിടെ എന്തുകൊണ്ട് വേണമെന്നുള്ളത്, എന്തുകൊണ്ട് ആവശ്യമാണ്, എന്തുകൊണ്ട് അനിവാര്യമാണെന്നുള്ളൊരു കാര്യത്തിൻ്റെ നേർക്കാഴ്ച കൂടിയാണ് നിങ്ങൾ കാണുന്നത്. ഇത് DYFI ചെയ്തതുകൊണ്ട് മാത്രം ഞാൻ പുകഴ്ത്തുന്നതല്ല. നല്ലത് ആര് ചെയ്താലും നല്ലതെന്ന് തന്നെ പറയണം. ഈവൻ അത് കോൺഗ്രസ് ആണ് ചെയ്യുന്നതെങ്കിലും BJP ആണ് ചെയ്യുന്നതെങ്കിലും നല്ലത് ആര് ചെയ്താലും നല്ലതെന്ന് തന്നെ പറയും. ഇത് പക്ഷേ BJPയോ കോൺഗ്രസോ ഒന്നും ഇതിനെതിരെ സംസാരിക്കുന്നില്ല. കാരണം ഇതിലിവർക്ക് കൃത്യമായിട്ടുള്ള ഇവരുടേതായിട്ടുള്ള ഇൻറ്റൻഷനുണ്ട്, അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളിൽ അതീതമായിട്ടുള്ള, ആ തീരുമാനങ്ങളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇവർ നടപ്പിലാക്കിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നുള്ളത്.